I'll be honest, I'm alright with me. Sunday mornings in my own bed sheets, I'll be waking up alone. I haven't thought of her for days. I'll be honest, it's better off this way. But every time I think that I can get you out my head, you never ever let me forget. 'Cause just when I think you're gone, hear a song on the radio. Just like that takes me back to the places we used to go. And I've been trying but I just can't fight it. When I hear it I just can't stop smiling. I remember you're gone, baby, it's just a song on the radio that we used to know. I'll be honest, I'm alright with me. Sunday mornings in my own white tee, I've been waking up alone. I haven't thought of him for days. I'll be honest, it's better off this way. Every time I think that I can get you out my head, you never ever let me forget. 'Cause just when I think you're gone, hear a song on the radio. Just like that takes me back to the places we used to go. And I've been trying but I just can't fight it. When I hear it I just can't stop smiling. I remember you're gone, baby, it's just a song on the radio that we used to know. Just when I think you're gone, hear a song on the radio. Just like that takes me back to the places we used to go. And I've been trying but I just can't fight it. When I hear it I just can't stop smiling. I remember you're gone, baby, it's just a song on the radio. And I've been trying but I just can't fight it. When I hear it I just can't stop smiling. I remember you're gone, baby, it's just a song on the radio that we used to know. Sodram, 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 sodram. വിവാഹ ഉറപ്പിനെ പരിശുദ്ധാത്മാവിനെ ഭാരമെടുക്കണം. ആദിയോടന്തം ഏറ്റവും അനുഗ്രഹമായി നടത്തി തരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. Sodram, 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 sodram. ദൈവത്തിന്റെ സാന്നിധ്യത്താൽ കർത്താവിന്റെ ഹാലിനെ നിറയ്ക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. Sodram, 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 sodram. വിവാഹ ഉറപ്പിനെ ദൈവം തന്നെ ഭാരമെടുക്കണം. വരുവാനുള്ള എല്ലാ ദൈവജനത്തെയും എത്രയോ വേഗം തക്ക സമയത്തിലെ സമാധാനമായി കർത്താവ് കൊണ്ടുവരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. Sodram, 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 ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഇതിനെ ജയമായി നടത്തി തരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. Sodram, 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 sodram. വിശുദ്ധന്മാരെല്ലാം കർത്താവ് കൊണ്ടുവരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. Sodram, 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 sodram. കാര്യങ്ങളെല്ലാം കർത്താവിനുള്ള രുചികരമായി ആക്കി തരേണ്ടതിനായി യാതൊരു കുറവും ഉണ്ടാകാതെ വണ്ണം ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. Sodram, 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 sodram. കാലാവസ്ഥയെ കർത്താവ് പൂർണ്ണമായി അനുകൂലമാക്കി തരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. Sodram, 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 sodram. സകലത്തിനും കർത്താവിന്റെ നാമം മഹത്വപ്പെടേണ്ടതിനായി സ്തോത്രം ചെയ്യാം. Sodram, 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 sodram. ദൈവത്തിന്റെ കരം കടന്നു വന്ന് രണ്ടുപേരെയും കർത്താവ് തന്നെ അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ കരത്താൽ കർത്താവ് അനുഗ്രഹിക്കണം. അതിനെ ഉറപ്പിച്ചു തരണം. അതിനായി സ്തോത്രം ചെയ്യാം. Sodram, 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 സ്തോത്രം സ്തോത്രം sodram, 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 sodram. കർത്താവേ സ്തോത്രം 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 സ്തോത്രം
സർവശക്തനായ ദൈവമേ, കഥാവിൻ്റെ നാശനമായത് പോലെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കഥാവ്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. കൈകളുടെ അധ്വാന ഫലം തിന്നും എന്ന വാഗ്ദത്ത പ്രകാരം ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കഥാവ്. ദൈവമേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നിനക്ക് മുൻപായി വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതിനെ ആർക്കും അടച്ചുകൂടാം. വാഗ്ദത്ത പ്രകാരം ദൈവം അനുഗ്രഹിക്കണം. വാതിലെ ദൈവം തുറന്നു തന്നിരിക്കുന്ന സ്തോത്രം. തുടർന്ന് കർത്താവേ, നിന്റെ നന്മകളെ അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കണമേ. എൻ്റെ കരത്താൽ അനുഗ്രഹിക്കുന്നു. അഭിഷേകത്താൽ നിറയ്ക്കും, നിന്റെ കൃപയാൽ നിറയ്ക്കും, നിന്റെ തേജസ്സാൽ നിറയ്ക്കും. കർത്താവേ, സ്തോത്രം. ഉറപ്പിനെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവ് വളരെ സമാധാനമായി കാണപ്പെടണമേ. പരിശുദ്ധാത്മാവെ നിയന്ത്രിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവ ആലോചന നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവ കർത്താവെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ, ദൈവഭക്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവയുടെ ഉള്ളതിൽ എല്ലാവരും കർത്താവ് രുചിച്ചറിയുവാൻ തക്കവണ്ണം, എന്റെ സാന്നിധ്യത്തെ അനുഭവിപ്പാൻ, കർത്താവിൽ സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കും. കർത്താവെ, ശരീരത്തിന് ആവശ്യമായി സുഖവും ബലവും ദൈവം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം കർത്താവെ വളങ്കരം പിടിച്ച് നടത്തണമേ. അനുഗ്രഹിക്കണമേ, ഉയർത്തണമേ, നാമത്തെ മഹത്വപ്പെടുത്തും. സകല അനുഗ്രഹത്താദ്യം അനുഗ്രഹിക്കും. സ്വർഗീയ അനുഗ്രഹങ്ങളാലും ഭൗമിക അനുഗ്രഹങ്ങളാലും സകല അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവിലാണ്. വാഗ്ദത്ത പ്രകാരം സകല നന്മയിലാലും നിറയ്ക്കും. ദൈവിഷ്ടം പൂർണ്ണമായി നിവർത്തിക്കും. താഴ്ത്തി സർവശക്തന്റെ കരങ്ങളെ ഏൽപ്പിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം ചെയ്യാം. സകല ബുദ്ധിയും കവിന കർത്താവ് യേശു ക്രിസ്തുവിന്റെ സമാധാനം കൂടിയിരിക്കണ ഏവരോട് കർത്താവിന്റെ വരവോളം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे। किया रे जो भी तूने कैसे किया रे, जिया को मेरे बांध ऐसे लिया रे। समझ के भी ना समझ मैं सकूं सवेरों का मेरे तू सूरज लागे। तू मेरा कोई ना होके भी कुछ लागे। अपना बना ले पिया, अपना बना ले पिया, अपना बना. ഒരു വിവാഹ നിശ്ചയ ശുശ്രൂഷയോടുള്ളതായ ബന്ധത്തിലാണ് നമ്മളെല്ലാവരും കൂടി വന്നിരിക്കുന്നത്. ചുമതലപ്പെട്ടവർ ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാമെന്നുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളിലും വന്നതായ എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടെ നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത് നന്നായിരിക്കുമല്ലോ. അതുകൊണ്ട് എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ നന്നായിരിക്കുമെന്ന് ശേഷാൽ ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. ഇന്നു നിൻ സന്നിധിയിൽ
അടിയാർക്കു വന്നു ചേരുവതിനാ ഇന്നു തന്ന നിന്നുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു. തന്ന നിന്നുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുക്കൾക്കാരുള ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുക്കൾക്കാരുള പാത്രതായേതുമില്ല നിന്റെ പാത്രതായേതുമില്ല നിന്റെ കൃപയത്ര വന്ദനം യേശുപര നിനക്കെന്നു വന്ദനമേശു വന്ദനം യേശു നിനക്ക് വന്ദനം ചെയ്യുന്നു നിന്നടിയാർത്തിരു നാമത്തിനാദരവായി വന്ദനം പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. ദൈവമക്കളെല്ലാവരും ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഒരു നിമിഷം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ചുമതലപ്പെട്ടവർ ക്ഷണിച്ചതനുസരിച്ച് ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന നമുക്ക് ഏവർക്കും ഈ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ കൂടി വരുവാൻ സർവശക്തനായ ദൈവം തന്നെ ഇടയാക്കി തീർത്ത എല്ലാ കൃപകളെ ഓർത്തുകൊണ്ട് അല്പസമയം വേണ്ടി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. പ്രത്യേകിച്ച് കൊട്ടാരക്കരയിൽ നിന്നും മറ്റും വിവിധ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ പുറപ്പെട്ടതായ സമയം മുതൽ വഴികളിൽ വാഹനങ്ങൾ സൂക്ഷിച്ച് ദാഹത്തോടെ തക്ക സമയത്ത് സ്ഥലത്ത് വന്നു ചേരത്തക്കവണ്ണം വഴികളിൽ കാത്തു സൂക്ഷിച്ച ദൈവത്തിന്റെ കരങ്ങളിൽ സൂക്ഷിച്ച എല്ലാ വിധങ്ങളെ ഓർത്തുകൊണ്ട് വീട് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇന്നേ ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെ കുറിച്ച് ദൈവസാന്നിധ്യത്തിൻ മറവിൽ നിന്നുകൊണ്ട് ആലോചിച്ച് തീരുമാനിച്ചുറപ്പിക്കേണ്ടതിനായിട്ടാണല്ലോ നാം എല്ലാം കൂടി വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൻ മറവിൽ നിന്നുകൊണ്ട് ആലോചിച്ച് തീരുമാനിച്ചുറപ്പിക്കേണ്ട വിഷയങ്ങളെല്ലാം ആലോചിച്ച് തീരുമാനിച്ചുറപ്പിക്കുവാൻ ദൈവം കൃപ തന്ന് സഹായിക്കണമെന്നതിനായി ചേർന്നുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. 2-3 പേർ എൻ്റെ നാമത്തിൽ അവിടെ കൂടിയാലും അവരുടെ മധ്യേ കടന്നു വരാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് സകലവിധമാകുന്ന ദൂതഗണങ്ങളുടെ അകമ്പടിയോടെ എല്ലാവിധമാകുന്ന അനുഗ്രഹങ്ങളുമായി നമ്മുടെ മധ്യം ഉണ്ട്. അതിനാൽ ഒരു നിമിഷം വേണ്ടി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കാനാവിലെ കല്യാണ ഭവനത്തിൽ ചെന്ന് എല്ലാ കുറവുകളും നികത്തി എല്ലാം അനുഗ്രഹപൂർണ്ണമാക്കി തീർത്തതുപോലെ സർവശക്തനായ ദൈവം തന്നെ നമ്മുടെ മധ്യ ഉള്ളതായ എല്ലാ കുറവുകളും നികത്തി എല്ലാം അനുഗ്രഹപൂർണ്ണമാക്കി തീർത്ത് തന്ന് തന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനായി ചേർന്ന് വേണ്ട സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കൂടി വരുമ്പോൾ ദൈവനാമ മഹത്വത്തിന് കാരണമാക്കി തീർക്കുന്നതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ആത്മീകമായി നമ്മുടെ ആത്മമണവാളനായിരിക്കുന്ന കർത്താവും വെളിപ്പെടുവാനുള്ള സമയം ഏറ്റവും ആസന്നമായിരിക്കുന്നു. താൻ വെളിപ്പെടുന്ന സുദിനത്തിൽ തന്നോടുകൂടെ ചേർത്ത് കൊള്ളപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ആകേണ്ടതിന് തന്നെ പ്രസാദിപ്പിച്ച് നാൾ തോറും മുൻപോട്ട് പോകേണ്ടത് പോലെ പോകുവാൻ
സർവശക്തനായ ദൈവം തന്നെ ഇടയാക്കി തീർത്ത് ആ നിലയിലും പ്രവർത്തിച്ച് തന്റെ നാമത്തെ മഹത്വപ്പെടുത്തേണ്ടതായ ഒരു നിമിഷം വേണ്ടി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പരമപിതാവേ, അനുഗ്രഹവും വിലയേറിയതുമായ നല്ല നിമിഷത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഈ ഓഡിറ്റോറിയത്തിൻ്റെ കീഴിൽ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ കൂടി വരുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് അവസരങ്ങൾ തന്നു. രാവിലെ ഞങ്ങൾ പ്രാർത്ഥിച്ച് യാത്ര ആരംഭിച്ചു. സുഖത്തോടെ ക്ഷേമത്തോടെ ഇവിടെ എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനായി സ്തോത്രം. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ശുശ്രൂഷയ്ക്ക് നിയന്ത്രിക്കുന്ന കർത്തൃദാസന്മാരെ ദൈവിക അഭിഷേകം കൊണ്ട് ദൈവം നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ നിശ്ചയത്തിൽ കൂടെ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇരുവരെയും അനുഗ്രഹിക്കണം. അവിടെ മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവർക്കായി സ്തോത്രം. അവരെ ഒരുക്കി ദൈവസന്നിധാനത്തിൽ കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഇരു സഭകളിലെയും നടത്തിപ്പുകാർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷകളെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ട ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, സ്തോത്രം. എല്ലാവർക്കും ഇരിക്കാം. നമ്മളെല്ലാവരും കൂടി വന്നിരിക്കുന്നത് എന്തിനാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എന്ന് വരികിൽ തന്നെയും ചുമതലപ്പെട്ടവർ മുൻപോട്ട് കടന്നു വന്ന് നമ്മയെല്ലാം ക്ഷണിച്ചു വരുത്തിയത് എന്തിനാണെന്നുള്ളത് പൊതുവിൽ അറിയിക്കണമെന്ന് വിശേഷാൽ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ചുമതലപ്പെട്ടവർ മുൻപോട്ട് കടന്നു വന്ന് നമ്മയെല്ലാം ക്ഷണിച്ചു വരുത്തിയത് എന്തിനാണെന്നുള്ളത് പൊതുവിൽ അറിയിക്കണമെന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വിശുദ്ധ പകൽക്കാലം ദൈവങ്ങളോടും വിശുദ്ധന്മാരുടെയും മധ്യ ദൈവം എന്നെ നിർത്തിനോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്ന് നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത് എൻ്റെ പ്രിയ മകൻ പോളിൻ്റെയും കൊട്ടാരക്കര കളിയിക്കൽ വീട്ടിൽ ബിജു തോമസിൻ്റെയും ജിസയുടെയും മകൾ ബിൻസിയുമായുള്ള വിവാഹ നിശ്ചയമാണ്. വിവാഹ നിശ്ചയം നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത്. ആ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും വിശുദ്ധന്മാരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. വിശേഷാൽ ബിൻസിയുടെ ഭാഗത്തു നിന്ന് കടന്നു വന്ന എല്ലാ ബന്ധുമിത്രാദികളോടും ചർച്ചക്കാരോടും കർത്തൃ ശുശ്രൂഷകരോടും ഉള്ള നന്ദി കടപ്പാടും അറിയിക്കുന്നു. തുടർന്ന് നടക്കുന്ന കാര്യങ്ങളും ദൈവനാമം നടക്കണം. 29-ാം തീയതി ആണ് ഇവരുടെ വിവാഹം കൊട്ടാരക്കര വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അതിലേക്ക് എല്ലാവരും പ്രാർത്ഥന ചോദിക്കുന്നു. ബ്രദർ എൽദോസിൻ്റെ മകൻ പോൾ പി എൽദോസിന് വേണ്ടി കൊട്ടാരക്കര കുളക്കട ഭാഗത്ത് കളീക്കൽ വീട്ടിൽ പാസ്റ്റർ ബിജു സാമിൻ്റെ മകളും കുളക്കട ചർച്ച് ഓഫ് ഗോഡ് സഭാംഗവുമായ ബിൻസി ശാമുവേൽ ബിജുവിന് വേണ്ടി ഒരു വിവാഹം സംബന്ധിച്ചുള്ളതായ ഒരു ധാരണയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനായിട്ടാണ് നമ്മയെല്ലാം ക്ഷണിച്ചു വരുത്തിയത് എന്ന് ചുമതലപ്പെട്ടവർ അത് അറിയിക്കുകയുണ്ടായി. കുളക്കട ഭാഗത്തുനിന്ന് വന്നവർക്ക് ഇപ്പോൾ ഏതെങ്കിലും അറിയിക്കാനുണ്ടോ? അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ. അങ്ങനെയാണെങ്കിൽ അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് സാധാരണയായിട്ട് നിയുക്ത വധൂവരന്മാരെ പൊതുവിൽ കാണിക്കുന്നതായ ഒരു ചടങ്ങ് നമുക്ക് മുൻപിലുണ്ട്. സാധാരണ വന്നിരിക്കുന്നവരാണ് അത് പറയേണ്ടത്. എന്നിരുന്നാലും എല്ലാവരും വിഷമിപ്പിക്കാതിരിക്കേണ്ടത് ഞാൻ തന്നെ അങ്ങ് പറയുക. സ്തോത്രം. അതുകൊണ്ട് നിയുക്ത വധു സിസ്റ്റർ ബിൻസി ശാമുവേൽ ബിജു സ്റ്റേജിലേക്ക് വന്നു ചേരണമെന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. കൂടെ മാതാപിതാക്കന്മാരും വരുന്നതിന് വിരോധമില്ല. ഇതാണ് നിയുക്ത വധു ബിൻസി ശാമുവേൽ ബിജു. ഇരു സൈഡിലുമായിട്ട് മാതാപിതാക്കന്മാർ നിൽക്കുന്നു. അത്യാവശ്യമായി ഏതെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അല്പസമയം മുൻപിലുണ്ടെന്ന് ഓർപ്പിക്കുകയാണ്.
ചോദിക്കാനും പറയാനുള്ള കാര്യങ്ങൾ നേരത്തെ എല്ലാം ചോദിച്ചും പറഞ്ഞും വെച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലെന്ന് മൗനമായിരിക്കുന്നതിനാൽ മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം എല്ലാവരും കണ്ടല്ലോ, കണ്ടു. ശരി, എന്നാൽ നിങ്ങൾ അവിടെ ഇരിക്കാം. സ്തോത്രം. അടുത്തതായിട്ട് നിയുക്ത വരൻ പോൾ പി എൽദോസ് മാതാപിതാക്കന്മാരുമായിട്ട് സ്റ്റേജിലേക്ക് വരാമെന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. മധ്യഭാഗത്ത് നിൽക്കുന്ന ആളാണ് നിയുക്ത വരൻ പോൾ പി എൽദോസ്. ഇരു സൈഡിലുമായിട്ട് മാതാപിതാക്കന്മാർ നിൽക്കുന്നു. അത്യാവശ്യമായി മുൻപേ പറഞ്ഞതുപോലെ ഏതെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അല്പസമയം മുൻപിലുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ്. സ്തോത്രം. മുൻപേ ഓർപ്പിച്ചതുപോലെ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും മൗനമായിരിക്കുന്നത് കൊണ്ട് നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് വിചാരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം എല്ലാവരും കണ്ടല്ലോ പൊതുവിൽ. ശരി, നിങ്ങളും അടുത്തത് പോൾ പി എൽദോസിന്റെയും ബിൻസി ശാമുവേൽ ബിജുവിൻ്റെയും വിവാഹം എവിടെ വെച്ച് എപ്പോൾ നടത്താനാണ് നിങ്ങൾ ധാരണയിലെത്തിയിരിക്കുന്നത് എന്നുള്ള വിഷയം കൊട്ടാരക്കര ഭാഗത്ത് അഥവാ കുളക്കട ഭാഗത്തു നിന്ന് വന്നതായ ചുമതലപ്പെട്ടവർ നിങ്ങൾ ധാരണയിലെത്തിയിരിക്കുന്നതായ വിഷയം മുൻപോട്ട് കടന്നു വന്ന് ചുമതലപ്പെട്ടവർ അറിയിച്ചാൽ നന്നായിരിക്കുന്നതാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. പ്രസ്തുത വിവാഹം 2025 മെയ് 29 തീയതിയിൽ മുളക്കുഴയുള്ള ചർച്ച് ഓഫ് ഗോഡിൻ്റെ സിയോൻ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് 10:30 ആരംഭിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് സജഷൻ. മകനും വടാട്ടുപാറ ദീപന്തോസ് മിഷൻ സഭാ വിശ്വാസിയുമായ പോൾ പി എൽദോസും കുളക്കട കളീക്കൽ വീട്ടിൽ പാസ്റ്റർ ബിജു സാമിൻ്റെ മകളും കുളക്കട ചർച്ച് ഓഫ് ഗോഡ് സഭാംഗവുമായ ബിൻസി ശാമുവേൽ ബിജുവും തമ്മിലുള്ള വിവാഹം ദൈവേഷ്ടമായാൽ മെയ് മാസം 29 തീയതി വ്യാഴാഴ്ച മുളക്കുഴ മൗണ്ട് സിയോൻ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് വിവാഹ ശുശ്രൂഷ നടത്തുവാനാണ് അവർ ഒരു ധാരണയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് ഇപ്പോൾ ഓർപ്പിക്കുകയുണ്ടായല്ലോ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ മുളക്കുഴ മൗണ്ട് സയൻ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് അത് ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ചുമതലയിൽ നടത്താൻ ആഗ്രഹിക്കുന്നതായ വിവാഹ ശുശ്രൂഷ, അതിന് സമയം പറഞ്ഞാൽ മെയ് മാസം 29 തീയതി. ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വടാട്ടുപാറ ഭാഗത്തു നിന്ന് വന്നതായ ചുമതലപ്പെട്ടവർക്ക് കൂടി വന്നിരിക്കുന്നവർക്ക് ആ കാര്യങ്ങൾ പൊതുവിൽ അറിയിക്കാവുന്നതാണ്. മെയ് മാസം 29 തീയതി മുളക്കുഴ മൗണ്ട് സയൻ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ചുമതലയിൽ നടത്തുവാൻ ആഗ്രഹിക്കുന്നതായ വിവാഹ ശുശ്രൂഷ നടത്തുന്നതിന് ഏതെങ്കിലും സമയവ്യത്യാസങ്ങളോ മറ്റേതെങ്കിലും തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ അറിയിക്കാവുന്നതാണ്. പൊതുവെ എല്ലാവരും ശരി. അങ്ങനെയാണെങ്കിൽ ഇപ്രകാരം ദൈവകൃപയിൽ ആശ്രയിച്ച് ഓർപ്പിക്കട്ടെ. വടാട്ടുപാറ ദീപന്തോസ് മിഷൻ സഭാ വിശ്വാസിയും പരുത്തുംകുഴിയിൽ വീട്ടിൽ ബ്രദർ എൽദോസ് പി പിയുടെ മകൻ പോൾ പി എൽദോസും കുളക്കട കളീക്കൽ വീട്ടിൽ
പാസ്റ്റർ ബിജു സാമിൻ്റെ മകളും കളീക്കൽ കുളക്കട ചർച്ച് ഓഫ് ഗോഡ് സഭാംഗവുമായ ബിൻസി ശാമുവേൽ അജീം തമ്മിലുള്ള വിവാഹം ദൈവേഷ്ടമായാൽ 2025 മെയ് മാസം 29-ാം തീയതി വ്യാഴാഴ്ച മുളക്കുഴ മൗണ്ട് സയൺ കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് വിവാഹ ശുശ്രൂഷ നടത്തുവാൻ ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഇപ്പോൾ പറഞ്ഞതായ വിഷയങ്ങളെല്ലാം ഒരല്പസമയ ലാഭത്തിനു വേണ്ടി മുൻകൂട്ടി ഒന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ പൊതുവിൽ വായിക്കുവാൻ പോവുകയാണ്. അതിനകത്ത് ഏതെങ്കിലും വിധത്തിലുള്ളതായ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ക്രമപ്പെടുത്താവുന്നതാണ്. സ്തോത്രം. ഇപ്പോൾ അത് വായിക്കുവാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. വിവാഹ നിശ്ചയ പത്രിക എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ കുട്ടമ്പുഴ പഞ്ചായത്തിൽ വടാട്ടുപാറ POയിൽ പത്തംകുഴിയിൽ വീട്ടിൽ ശ്രീമാൻ എൽദോസ് PP-യുടെയും ശ്രീമതി മേരി എൽദോസിൻ്റെയും മകനും വടാട്ടുപാറ ദി ബെന്തേകോസ്തി മിഷൻ സഭാ വിശ്വാസിയുമായ പോൾ P. എൽദോസും കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ കുഴക്കട പഞ്ചായത്തിൽ കുഴക്കട POയിൽ കഴിയക്കൽ വീട്ടിൽ ശ്രീമാൻ ബിജു സാമിൻ്റെയും ശ്രീമതി ആലിസ് ബിജുവിൻ്റെയും മകളും കുഴക്കട ചർച്ച് ഓഫ് ഗോഡ് സഭാ വിശ്വാസിയുമായ ബിൻസി സാമുവേൽ ബിജുവും തമ്മിലുള്ള വിവാഹം ദൈവേഷ്ടമായാൽ 2025 മെയ് മാസം 29-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10:30 മണിക്ക് മുഴക്കുഴ മൗണ്ട് സിയോ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടത്തുവാൻ ഇരു സഭയും വേണ്ടപ്പെട്ടവരും ചേർന്ന് ആലോചിച്ച് കർത്താവിൽ തീരുമാനിച്ചിരിക്കുന്നു. ഇതുപോലെ ഇരു സൈഡിലും എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും ഭേദഗതികൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചുമതലപ്പെട്ടവരെ അറിയിച്ചാൽ, ഏതെങ്കിലും തെറ്റുകൾ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭേദഗതികൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ ചുമതലപ്പെട്ടവരെ അറിയിച്ചാൽ അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കാവുന്നതാണ്. തിരുതൽ കുഴപ്പമില്ലല്ലോ അവിടെ? ശരി. അങ്ങനെയാണെങ്കിൽ നിയുക്ത വധുവരന്മാരും മുൻപോട്ട് കടന്നു വന്ന് ഇതിൽ സൈൻ ചെയ്യണമെന്നുള്ള കാര്യവും പ്രത്യേകം ഓർപ്പിക്കുന്നു. ശരി. മുൻപേ വായിച്ചതായ കുറിയിൽ നിയുക്ത വധുവരന്മാരും രക്ഷകർത്താക്കളും സഭാപ്രതിനിധികളും സൈൻ ചെയ്യുകയുണ്ടായി. സൈൻ ചെയ്തതായ രേഖയെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ചുമതലപ്പെട്ടവർ കൈമാറുവാൻ ഇതാ നിൽക്കുന്നു. സ്തോത്രം. സ്തോത്രം. ഇപ്പോൾ ഇവിടെ നടക്കേണ്ടിയിരിക്കുന്നതായ ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചതായ വിഷയങ്ങൾ രേഖപ്പെടുത്തിയതായ കുറി ചുമതലപ്പെട്ടവർ അത് തമ്മിൽ കൈമാറ്റം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ കൈമാറുവാനും ഇടയാക്കി തീർത്തു. ഇനിയും ആ കുറിയിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം മെയ് മാസം 2025 മെയ് മാസം 29-ാം തീയതി സർവശക്തനായ ദൈവത്താൽ തന്നെ നടത്തപ്പെടുവാൻ ഇടയാക്കി തീർക്കേണ്ടതിന് സർവശക്തനായ ദൈവത്തിന്റെ കരത്തിൽ കൊടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അടുത്ത വിഷയം. പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഒരു 10 വാക്ക്. ദൈവനാമത്തിന്റെ മഹത്വം. ബ്രദർ പോൾ P. എൽദോസിന്റെയും സിസ്റ്റർ
ബിൻസി സാമുവേൽ ബിജുവിൻ്റെയും വിവാഹം ദൈവേഷ്ടമായാൽ 2025 മെയ് മാസം 29-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10:30 മണിക്ക് മുളക്കുഴ മൗണ്ട് സയൺ കൺവെൻഷൻ സെന്ററിൽ വെച്ച് അതേ ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ചുമതലയിൽ നടത്താമെന്ന് തീരുമാനിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ആ വിഷയങ്ങൾ രേഖപ്പെടുത്തതായ കുറി കൈമാറുവാനും ഇടയാക്കി തീർത്തു. സർവശക്തനായ ദൈവം ആ രാജമോതിരം കൊണ്ടും രാജ നാമത്തിൽ എഴുതുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആരാലും കഴിയുന്നതല്ല എന്ന വചനപ്രകാരം ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം സർവശക്തനായ ദൈവം തന്നെ തക്ക സമയത്ത് നടത്തി പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം തന്നെ കൂട്ടി യോജിപ്പിച്ച് അവരുടെ ഭാവി അത്രയും അനുഗ്രഹകരമായി തീരുവാനും ഇരു കുടുംബങ്ങളുടെയും ബന്ധം കർത്താവിന്റെ വരവ് വരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കാണപ്പെടുവാനും സർവശക്തനായ ദൈവം ഇടയാക്കി തീർക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സമയം പറയാൻ പറ്റാത്തതായ ഒരു വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുവാൻ പോകുന്നു. 66 പുസ്തകങ്ങൾ അടങ്ങിയതായ സത്യവേദ പുസ്തകത്തിലെ അവസാനത്തെ പുസ്തകമായിരിക്കുന്നതായ വെളിപ്പാട് പുസ്തകത്തിൽ നാം പരിശോധിക്കുമ്പോൾ 19-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, നാം സന്തോഷിച്ചുല്ലസിച്ചു മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. ഒരുപാട് വിവാഹങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അക്ഷരികമായി ചിന്തിച്ചാൽ കുഞ്ഞാടിനൊരു വിവാഹമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് നമുക്ക് പറയുവാനുള്ളതായ മറുപടി? അവസാനത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ മാത്രം നാം പരിശോധിച്ചാൽ വ്യക്തമായും പരോക്ഷമായും 30-ലധികം പ്രാവശ്യം നമ്മുടെ കർത്താവായ ഈശോ മിശിഹായെ കുഞ്ഞാട് എന്ന് ചിത്രീകരിച്ചിരിക്കുന്നതായി പഠിപ്പാനിടയായി തീരുന്നു. സ്തോത്രം. അതെ, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും മാനസാന്തര സ്നാനം നടത്തുകയും ചെയ്തിരുന്നതായ സ്നാപക യോഹന്നാന്റെ അടുക്കിലേക്ക് സകലത്തിന്റെയും സൃഷ്ടാവും സകലത്തിന്റെയും ഉടയവനുമായിരിക്കുന്ന കർത്താവായ ഈശോ മിശിഹ ലോകത്തിലേക്ക് താണിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ദൈവിക പദ്ധതിയുടെ പ്ലാനുകൾ തയ്യാറാക്കി അല്ലെങ്കിൽ പ്ലാൻ അനുസരിച്ച് സ്നാനം സ്വീകരിക്കേണ്ടതിന് വേണ്ടി തന്റെ അടുക്കലേക്ക് മന്നം താൻ നടന്നു വരുന്നത് കണ്ടപ്പോൾ സ്നാപയോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ അലങ്കാര ഭാഷയിൽ പരിശുദ്ധാത്മാവ് മുഖാന്തരമായി വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇപ്രകാരം ഞാൻ ഓർപ്പിച്ചുകൊള്ളട്ടെ. ഈ യുഗത്തിൽ നടക്കേണ്ടിയിരിക്കുന്ന ഏറ്റവും അതിപ്രധാന സംഭവങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈശോ മിശിഹായുടെ മടങ്ങിവരവ് എന്നുള്ളത്. താൻ എത്രയും പെട്ടെന്ന് വെളിപ്പെടും. താൻ വെളിപ്പെടുമ്പോൾ തന്നോടുകൂടെ ചേർത്തുകൊള്ളപ്പെടുവാൻ തക്കവണ്ണം പ്രാപ്തരായി തീരേണ്ടതിന് തന്റെ ആലോചന അനുസരിച്ച് മുൻപോട്ട് പോകണമേ എന്നാണ് ഈ പകൽക്കാലം എനിക്ക് ഓർപ്പിപ്പാനുള്ളത്. ഇസ്രായേൽ മക്കളോടുള്ളതായ ബന്ധത്തിൽ സകല ജാതികളുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ സർവശക്തനായ ദൈവം തനിക്കായി വേർതിരിച്ചു. സകല ജാതികളുടെ ഇടയിൽ താൻ ഉണ്ടാക്കുവാനുള്ളതായ അല്ലെങ്കിൽ മനോഹരമായ നിലയിൽ പുകഴ്ചയ്ക്കും മാനത്തിനും കീർത്തിക്കുമായിട്ട് ഉന്നതമാക്കേണ്ടതിന് ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് ദൈവത്തോട് വാക്കുകൊടുത്തു. ദൈവനാമത്തിന് മഹത്വം. ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത് പഠിപ്പാൻ കഴിയുന്നുണ്ട്. വാക്കുകൊടുത്തു. ആ വാക്കിൻ പ്രകാരം ഒരു കച്ച മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ സർവശക്തനായ ദൈവം ഇസ്രായേലിനെ പറ്റിയിരിക്കുമാറാക്കി അവർക്ക് പുരോഹിതന്മാരെയും ആലയവും നിയമങ്ങളും ഏതെല്ലാം കൊടുക്കാമോ അതെല്ലാം കൊടുത്ത് സകല ജാതികൾക്കും മീതെ ശിരോജാതിയായിട്ട് അവരെ ദൈവം ഉയർത്തി. എന്നാൽ ആ നിലയിൽ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ച് ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ നിന്ന് അവർ അകന്നകന്നു പോകുവാൻ ഇടയായി തീർന്നു. അകന്നു പോയപ്പോൾ തന്റെ ദാസന്മാരെ സകല ജാഗ്രതയോടും കൂടെ അവരുടെ അടുക്കലേക്ക് അയച്ചു. നിങ്ങൾ മടങ്ങി വരേണം, നിങ്ങൾ ആദ്യ അനുഭവത്തിൽ നിലനിൽക്കണമെന്നൊക്കെ ഓർപ്പിച്ചു. എന്നാൽ അതനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ഇഷ്ടപ്പെടാതെ അവർ അവരുടേതായ വഴികളിൽ നടന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ നീക്കിക്കളഞ്ഞിട്ട് മറ്റൊരു വിഭാഗത്തെ തേടി സ്വർഗത്തിന്റെ മണിമകുടമായിരുന്ന കർത്താവായ ഈശോ മിശിഹ പാപം മുഖാന്തരം അകന്നുപോയ മനുഷ്യവർഗത്തെ തേടി ലോകത്തിലേക്ക് താണിറങ്ങി വരികയും പാപം മുഖാന്തരം അകന്നുപോയ മനുഷ്യവർഗത്തെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് വേണ്ടി പാപ പരിഹാരാർത്ഥത്തിനു വേണ്ടി കാൽവരിയിൽ യാഗമായി തീരുകയും ചെയ്തു. നമ്മുടെ പാപത്തെയും ശാപത്തെയും രോഗത്തെയും വഹിച്ചുകൊണ്ട് കാൽവരിയിൽ യാഗമായി തീർന്ന ഈശോ മിശിഹ
മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ഇപ്രകാരം അറിയിച്ചു, അതേ പോയതുപോലെ തന്നെ താൻ വീണ്ടും വരും. ദൈവനാമത്തിന്റെ മഹത്വം. താൻ വെളിപ്പെടുന്ന സുദിനത്തിൽ തന്നോടുകൂടെ ചേർത്തുകൊള്ളപ്പെടുവാൻ പ്രാപ്തരായി തീരേണ്ടതിന് നാം എന്ത് ചെയ്യണം? ദൈവനാമത്തിന്റെ മഹത്വം. ആ കാലയളവുകൾ മുതൽ ഇപ്രകാരം വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നു. അതേ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്തു. വീണ്ടും തിരുവചനത്തോട് ചേർന്ന് നാം പരിശോധിക്കുമ്പോൾ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു, സകല ഭൂഷിമാവാസികളുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പിൻ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആകയാൽ യേശുവിന്റെ കാൽവരി മരണത്തിൽ വിശ്വസിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് തന്റെ ആലോചന അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവേദനയോടുള്ള ബന്ധത്തിൽ നാം പരിശോധിക്കുമ്പോൾ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അധികാരം നൽകിയെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ എടുത്തു പറയുന്നു. അങ്ങനെ വാക്കുകൊടുത്ത്, അങ്ങനെ ജീവിച്ചുകൊള്ളാമെന്ന് വാക്കുകൊടുത്താൽ മാത്രം പോരാ, വിവാഹ നിശ്ചയം നടക്കണം. ഈ പ്രിയ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നാം പരിശോധിക്കുമ്പോഴും ബ്രദർ പോളും സ്തോത്രം ബിൻസിയും പ്രായമായി വന്നതായ സമയം മുതൽ ഇവർക്കൊരു വിവാഹം നടക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ചുമതലപ്പെട്ടവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഫലമായി വടാട്ടുപാറയിൽ ഇങ്ങനെ ഒരു പയ്യനുണ്ടായെന്നും, അതേ സ്തോത്രം കുളക്കടയിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് എന്നുള്ള അറിവ് കിട്ടിയതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒരു വാക്ക് കൊടുത്തു. ആ വാക്കിൻ പ്രകാരമാണ് ഇന്ന് നമ്മൾ ഇവിടെ കൂടി വരുവാനിടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. വിവാഹ നിശ്ചയം ഇന്നേ ദിവസം ഇവിടെ വെച്ച് നടത്താമെന്ന് തീരുമാനിക്കുവാനിടയാക്കി തീർന്നു. ആ തീരുമാന പ്രകാരം അവർ നമ്മയെല്ലാം ക്ഷണിച്ചതിന് പ്രകാരമാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ വന്നു ചേരുവാനിടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഈ വിവാഹ നിശ്ചയം എന്തിനെയാണ് വെളിപ്പെടുത്തുന്നത്? ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, പരീശന്മാരും ശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചനയെ വൃഥാവാക്കി കളഞ്ഞു എന്നെടുത്ത് പറഞ്ഞിരിക്കുന്നു. പൗലോസ് ശ്ലീഹ പറയുമ്പോൾ പ്രകാരം പറയുന്നു, ക്രിസ്തു എന്ന ഏക പുരുഷനെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. അങ്ങനെയെങ്കിൽ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് യേശുവോട് ചേരുവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുഴുകൽ ജലസ്നാനം അപ്പോസ്തലന്മാരുടെ കൈക്കീഴിൽ, ഒരു അഭിഷിക്ത ശുശ്രൂഷയുടെ കൈക്കീഴിൽ മുഴുകൽ ജലസ്നാനം സ്വീകരിച്ച് യേശുവോട് ചേരുന്നതായ വിശേഷിപ്പിക്കപ്പെട്ടതായ അനുഭവത്തെ വെളിപ്പെടുത്തുന്നതായി കാണുവാൻ കഴിയും. വിവാഹ നിശ്ചയം നടക്കുമ്പോൾ ദേശീയ രീതി അനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ചിലപ്പോൾ പുരുഷന്റെ ഭാഗത്ത് നിന്ന് സ്ത്രീയുടെ ഭാഗത്തേക്ക്, ഇല്ലായെങ്കിൽ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് പുരുഷന്റെ ഭാഗത്തേക്ക് ദേശീയ രീതി അനുസരിച്ച് ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്താറുണ്ട്. ഇന്ന് നമ്മുടെ ഭാരത ഗവൺമെന്റ് ദൈവത്തിന് സ്തോത്രം അതിനൊക്കെ വളരെ എതിരായി തീർന്നിരിക്കുന്നു. കാരണം അതിന്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പലവിധത്തിലുള്ള സംഭവ വികാസങ്ങൾ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അതിനെ എതിരായി തീർന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും രഹസ്യമായി ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇവര് എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത്, കൊടുക്കാനോ വാങ്ങാനോ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, അറിയുവാനോട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നതില്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ളത് പോലെയൊക്കെ ചെയ്തു കൊള്ളട്ടെ, അതിന് നമ്മൾ തടസ്സവുമില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവിക ആലോചനയുടെ പൂർത്തീകരണമായിരിക്കുന്ന മുഴുകൽ ജലസ്നാനം സ്വീകരിച്ചു കഴിയുമ്പോൾ ആ നാളിൽ നിന്നെ എന്റെ സന്നിധിയിൽ ചേർത്തുകൊള്ളാം എന്നുള്ളതിന് ഉറപ്പായിട്ട് എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവെന്ന അച്ചാരം ദാനമായി നൽകുന്നതായി കാണുവാൻ കഴിയും. പെന്തക്കോസ്ത് നാളിൽ കാത്തിരുന്ന സിഹിയോന്മാരിൽ കാത്തിരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നതായ സന്ദർഭത്തിൽ ദേശവാസികളായിരുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ കൂടി വരുവാനിടയാക്കി തീർന്നു. കൂടി വന്നപ്പോൾ ഒരു കൂട്ടരെ പല വിധത്തിൽ പറഞ്ഞ് വ്യാഖ്യാനിക്കുവാനിടയായി തീർന്നു, പരിഹസിക്കുവാനും മറ്റു രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുവാനിടയായി തീർന്നെങ്കിലും ദൈവത്തിന് സ്തോത്രം, ഒരു ഗ്രൂപ്പ് ഇപ്രകാരം ചോദിച്ചു, ഇത് പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, പത്രോസ് ശ്ലീഹ 120 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പേൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായിരിക്കുന്ന ഏവർക്കും ഉള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈശോ മിശിഹാ വെളിപ്പെടുന്ന സുദിനത്തിൽ തന്നോടുകൂടെ ചേർത്ത് കൊള്ളപ്പെടാം എന്നുള്ളതിന്റെ ഉറപ്പായിട്ട് മണവാളനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭാഗത്തു നിന്ന്, അഥവാ ദൈവഭാഗത്തു നിന്ന് അന്യഭാഷ അടയാളത്തോടെ
പരിശുദ്ധാത്മാഭിഷേകം ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് ആ പരിശുദ്ധാത്മാഭിഷേകം അന്യഭാഷ അടയാളത്തോടെ പ്രാപിച്ച് അപ്പസ്തോലിക ഉപദേശ സത്യത്തിനനുസരിച്ച് മാതൃകാപരമായ ഒരു ജീവിതം നയിച്ച് വേഗം വരുന്ന കുഞ്ഞാടാകുന്ന കർത്താവായ യേശുവിനെ എതിരേൽക്കുവാൻ എല്ലാവരും ഒരുങ്ങണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവനാമത്തിന്റെ മഹത്വം. ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം ആദ്യം ഓർപ്പിച്ചതുപോലെ കുറിക്കപ്പെട്ട സമയത്ത് തന്നെ ദൈവത്താൽ നടത്തപ്പെടുവാനും ദൈവത്താൽ അവർ കൂട്ടിയോജിപ്പിക്കപ്പെട്ട് കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കുടുംബമായി കാണപ്പെടുവാൻ, ഇരു കുടുംബങ്ങളുടെയും ബന്ധം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിൽ കാണപ്പെടുവാൻ സർവശക്തനായ ദൈവം തന്നെ ഇടയാക്കി തീർക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ആദ്യം എഴുന്നേറ്റ് നിന്നതുപോലെ എഴുന്നേറ്റ് നിന്ന് ഒരു കോറസ് ഒന്ന് പാടി ഒരു 10 വാക്ക് പറഞ്ഞ് സ്തോത്രം ചെയ്ത് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ അനുഗമിച്ചിടും, അവനുടെ ചുവടുകളെ അനുഗമിച്ചിടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവേ, എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ അവൻ വഴികളെ ഞാൻ അറിഞ്ഞ അനുഗമിച്ചിടും, അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും ദൈവ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമക്കൾ എല്ലാവരും ചേർന്ന് വീണ്ടും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഒരു നിമിഷം നന്ദിയോട് വീണ്ടും സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയുടെ ആരംഭം മുതൽ ഇതുവരെയും സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിനാൽ ചേർന്ന് വീണ്ടും സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവ സാന്നിധ്യത്തിൽ മറവിൽ നിന്നുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെ കുറിച്ചുള്ളതായ വിഷയങ്ങൾ തന്റെ സാന്നിധ്യത്തിൽ മറവിൽ നിന്നുകൊണ്ട് ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തീർത്തല്ലോ. ദൈവം സഹായിച്ചതിനാൽ ചേർന്ന് വീണ്ടും സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആരാലും കഴിയുന്നതല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചതായ വിഷയങ്ങൾ രേഖപ്പെടുത്തിയതായ കുറി ചുമതലപ്പെട്ടവർക്ക് കൈമാറുവാനിടയാക്കി തീർത്തല്ലോ. സർവശക്തനായ ദൈവം തന്നെ ആ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് പോലെ അതേ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് അനുഗ്രഹമായി നടക്കുവാനിടയാക്കി തീർക്കുകയാണ്. ദൈവം അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായ ഒരു നിമിഷം വേണ്ടി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഇരു കുടുംബങ്ങളുടെയും ബന്ധം എത്രയും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കാണപ്പെടുവാൻ സർവശക്തനായ ദൈവം തന്നെ സഹായിക്കേണ്ടതിനായി തുടർന്നും ചേർന്ന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരും ആത്മ മണവാളനായിരിക്കുന്ന കർത്താവ് താൻ വെളിപ്പെടുമ്പോൾ തന്നോടുകൂടെ ചേർത്ത് കൊള്ളപ്പെടുവാൻ തക്കവണ്ണം പ്രാപ്തരായി തീരേണ്ടതിന് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് മുഴുകൽ ജലസ്നാനം യേശുവോട് ചേരുവാനായിട്ടുള്ളത് സ്വീകരിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അഭിഷിക്ത ശുശ്രൂഷകന്റെ കൈക്കീഴിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു മുഴുകൽ ജലസ്നാനം സ്വീകരിച്ച് വാഗ്ദത്വത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാത്തിരുന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ആത്മ മണവാളനായിരിക്കുന്ന ഈശോ തമ്പുരാൻ വെളിപ്പെടുമ്പോൾ
തന്നോടുകൂടെ ചേർത്ത് കൊള്ളപ്പെടുവാൻ തക്കവണ്ണം ഒരുങ്ങി കാത്തിരിക്കുവാൻ ഏവർക്കും ദൈവം ഇടയാക്കി തീർക്കണം. അതിനായി ഒരു നിമിഷം വേണ്ടി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടി ഇരിക്കാം. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ കരത്തിൽ എല്ലാവരും തങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും അല്പസമയം നിന്നോട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. തുടർന്ന് നടക്കേണ്ട വിരുന്നുശാലയും ഒരു അനുഗ്രഹമായി നടക്കത്തക്ക നിലയിൽ സാഹചര്യങ്ങളെ അനുകൂലമാക്കി തന്ന് പ്രവർത്തിക്കുന്നതിനായി ചേർന്ന് വീണ്ടും സ്തോത്രം ചെയ്യാം. ദൈവ തിരുനാമത്തെ നമ്മൾ കൂടെ മഹത്വപ്പെടുത്തുന്നതിനായി ചേർന്ന് വീണ്ടും സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാം. പ്രാർത്ഥന. സ്നേഹസമ്പൂർണനും കരുണാസമ്പന്നമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന ഈ ഭൂമിയിൽ അവിടുത്തെ പരിശുദ്ധനാമത്തെ ഉയർത്തുവാൻ, മഹത്വപ്പെടുത്തുവാൻ തുക്കണം. ഇങ്ങനെ നല്ലൊരു അവസരം ഒരുക്കി തന്ന അവിടുത്തെ കൃപകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ദൈവമേ അവിടുന്ന് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രിയ കുഞ്ഞുങ്ങളുടെ ബ്രദർ ഫോൾഫി എൽദോസിൻ്റെയും സിസ്റ്റർ ബിൻസി ഷോബൽ ബിജുവിൻ്റെയും വിവാഹ നിശ്ചയ ശുശ്രൂഷ നടക്കുവാൻ തക്കണം ഇവിടെ ദൈവം അനുഗ്രഹമാക്കി നടത്തിയ കൃപകളെ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അവിടെ ജനം മുതൽ ഇന്നുവരെയും അവിടുത്തെ കൃപയാൽ ദൈവം അവരെ നടത്തി. ആത്മീയവും ഭൗമ്യവുമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം കൊടുത്തു. കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുവാൻ അവിടെ യൗവനപ്രായത്തിൽ തന്നെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ, വിശ്വാസനാന് സ്വീകരിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാൻ, വിശുദ്ധ കൂട്ടായ്മയിൽ ദൈവത്തെ ആരാധിക്കുവാനൊക്കെയും അവിടുന്ന് കൃപ കൊടുത്തല്ലോ. ദൈവം അവർ കൊടുത്ത എല്ലാ ആത്മീയവും ഭൗമ്യമായ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, വിവാഹ നിശ്ചയ ശുശ്രൂഷകളിൽ കൂടെ കർത്താവെ തക്ക സമയത്ത് കർത്താവയുടെ വിവാഹം അനുഗ്രഹമായി തീരുവാനടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിശ്ചയിക്കപ്പെട്ട ആ സമയത്ത് നിശ്ചയിക്കപ്പെട്ട ആ സ്ഥലത്ത് കർത്താവെ അവിടുത്തെ വിലയേറിയ ശുശ്രൂഷകരാൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടക്കുവാൻ തക്കണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മെയ് മാസം 29 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് കർത്താവെ ആ വിവാഹ ശുശ്രൂഷ അനുഗ്രഹത്തോടെ നടത്തുവാൻ തക്കണം. സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ ദൂതന്മാരുമായിട്ട് അവിടുന്ന് ഇറങ്ങി വന്ന ആ ശുശ്രൂഷ അനുഗ്രഹമാക്കി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന. വിവാഹാനന്തരം കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം എല്ലാം ദൈവത്താൽ അനുഗ്രഹമായി തീരട്ടെ, ദൈവകൃപയിൽ സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രതിയാൽ വേഗം വരുന്നതിനായ കർത്താവായ യേശുവിൻ്റെ ഒരു മണവാട്ടിയായി തീരുവാൻ തക്കണം ഞങ്ങളെ ഓരോരുത്തരെയും അതിനായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഇന്ന് ഇവിടെ അവിടുന്ന് തന്നായ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഓരോരുത്തരും അതിനുവേണ്ടി ഒരുക്കപ്പെടുവാൻ തക്കണം. ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ, ജലസ്നാനത്തിൽ കൂടെ ക്രിസ്തുവിനെ ധരിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ദൈവമേ അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ തക്കണം സഹായിക്കണം. കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ഇവിടെ സംബന്ധിക്കുന്ന എല്ലാവരും അവിടുത്തെ രാജ്യത്തിന് യോഗ്യരായി തീരുവാൻ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇനിയുള്ള എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിച്ച് നടത്തിയ തിരുനാമത്തെ എല്ലാ വിധത്തിലും മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിൽ ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. സ്വരം പുത്രനാം ദൈവത്തിൽ ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. പരിശുദ്ധാത്മാവിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സകല വിശുദ്ധന്മാരോടും നാം ഓരോരുത്തരോടും നാം ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചതായ വിഷയത്തിന്മേലും ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നടക്കേണ്ട ശുശ്രൂഷ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇവിടെ വിശുദ്ധന്മാരുമായി കൂടി ആലോചിച്ച് ഈ വരുന്ന മെയ് മാസം 29 മുളക്കട മൗണ്ട് സിയോൻ ഹോളിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന വിവാഹം തക്ക സമയത്ത് നടക്കുവാൻ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. അതുപോലെ കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ച് തൃപ്തരായി മടങ്ങിപ്പോകണം. കർത്താവെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ ഭക്ഷണത്തിൽ പാനീയ കഥാവ് അനുഗ്രഹിച്ച് കഥാവെ ആ കാനാവിൻ കല്യാണത്തിൽ അനുഗ്രഹിച്ച പോലെ കഥാവ് ഒന്നിനും കുറവ് വരാതെ എല്ലാം സമൃദ്ധിയായി ഭക്ഷിച്ച് എല്ലാവരും ബലം പ്രാപിച്ചു കണ്ട കഥാവിൻ്റെ വരവിൽ കാണപ്പെടുവാൻ ദൈവം സഹായിക്കും. ഇവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കും. തിരുനാമത്തെ മൗത്തോട് ദേശീയ നാമത്തന്നെ ആമേൻ.
ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരുളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തുരാൻ ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ആരാരുമേ തേടാത്ത നിന്നുൾ നാമ്പു തേടി ആരാരുമേ കാണാത്തൊരാദാഹങ്ങൾ പുൽകി നീ പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാം തീരങ്ങൾ തേടി ചിറകേറിപ്പോയിടാം മധുരമൂറും ചിരിയാലെ നീ പ്രിയ സമ്മതം മൂളുമാ മനതാരിൻ അഴിനീക്കി നീ ഇണയാവാൻ പോരുമോ കാലമാകുന്ന തോണിയിൽ നമ്മൾ ഇന്നിതാ ചേരവേ പീലി നീർത്തുന്നൊരായിരം ജാലമെന്നിലിന്നാകവേ പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ ഞാൻ കാണും നേരം തൊട്ടേ നീ എൻ പെണ്ണ് കണ്ണാലെ കണ്ണാലുള്ളം കവരും പെണ്ണ് കാന്താരി പൂവായാദ്യം തോന്നും പെണ്ണ് അറിയാതെ അറിയാതെന്റെ സഖിയാം പെണ്ണ് മഴവില്ലിൻ ചേരിൽ സ്നേഹം മേയും തൂവൽ കൂടുണ്ടേ അതിലെന്നും എന്നും കൂടെ കൂടാനോമൽ പെണ്ണുണ്ട് അവളില്ലെങ്കിൽ ഞാനല്ലേ മണ്ണിൽ എല്ലാം എൻ പെണ്ണ് വെണ്ണില തിങ്കളിൽ താലിയോടെ എന്നിലൻ പാതിയായി ചേർന്ന പെണ്ണ് മഞ്ഞുനീ തുള്ളിയായി എന്റെ ഉള്ളിൽ പിന്നെയും പിന്നെയും പെയ്ത പെണ്ണ് ഞാൻ കാണും നേരം തൊട്ടേ നീ എൻ പെണ്ണ് കണ്ണാലെ കണ്ണാലുള്ളം കവരും പെണ്ണ് ആവാരം പൂവിൻ
വൈശാഖക്കാറ്റിൻ കുളിരാണൻ പെണ്ണ്, മനസ്സൊന്നു തേങ്ങുമ്പോൾ തുണയും പെണ്ണ്, മൊഴിയാലെ തേനിൻ മഴയേകും കാതൽ, ഇനി 7 ജന്മവും ഇതെന്റെ പെണ്ണ്. തീരകളുയരുമ്പോൾ തീരം മങ്ങുമ്പോൾ തോണി തുഴഞ്ഞു തളരുമ്പോൾ, തീരകളുയരുമ്പോൾ തീരം മങ്ങുമ്പോൾ തോണി തുഴഞ്ഞു തളരുമ്പോൾ, മറ്റാരുമാരുമില്ലാശ്രയം വാരി മുട്ടുന്നു ഞങ്ങൾ തുറക്കില്ലേ, വാരി മുട്ടുന്നു ഞങ്ങൾ തുറക്കില്ലേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. നീർമുഖമാത്രം ഓർക്കുമ്പോൾ മനം കോടിയുന്നു. ഓർമ്മയിൽ നിൻമുഖമാത്രം ഓർക്കുമ്പോൾ മനം കൂടിയുന്നു. മിഴികളിൽ സ്നേഹമൊഴുകുന്നു. യേശുവേ ജീവനായക, ജീവിതം നിന്നിലേക്കുന്നു. നിൻഹിതം ഞാനിന്നറിയുന്നു. ഉള്ളിനുള്ളിൽ സ്നേഹമാത്രം പകരുന്നോരേ, എന്നെ എന്നും കൺമണിയായി കരുതുന്നോരേ, ഓമനപുത്രനാകുവാൻ എന്റെ കൂടെ നീ വരേണമേ. ഉള്ളിനുള്ളിൽ സ്നേഹമാത്രം പകരുന്നോരേ, എന്നെ എന്നും കൺമണിയായി കരുതുന്നോരേ, എന്റെ കൂടെ നീ വരേണമേ. നീ മറുപടിയായി നിന്നെയുണർത്തിടുന്നു. നിന്റെ ദിവ്യവചനങ്ങൾ ഏറെ കൊതിച്ചിരുന്നു. നീ മറുപടിയായി നിന്നെയുണർത്തിടുന്നു. നിന്റെ ദിവ്യവചനങ്ങൾ ഏറെ കൊതിച്ചിരുന്നു. അമ്മയായി നീ തുറന്നല്ലോ ധന്യമായി എന്റെ ജീവിതം. കർത്താവേ, ധന്യമായി എന്റെ ജീവിതം. ഓർമ്മയിൽ നിൻമുഖമാത്രം ഓർക്കുമ്പോൾ മനം കുളിരുന്നു. ഉള്ളിനുള്ളിൽ സ്നേഹമാത്രം പകരുന്നോരേ, എന്നെ എന്നും കൺമണിയായി കരുതുന്നോരേ, ഓമനപുത്രനാകുവാൻ എന്റെ കൂടെ നീ വരേണമേ. ഉള്ളിനുള്ളിൽ സ്നേഹമാത്രം പകരുന്നോരേ, എന്നെ എന്നും കൺമണിയായി കരുതുന്നോരേ, ഓമനപുത്രനാകുവാൻ
മിശിഹായേ എന്നും പരിശുദ്ധനായവൻ നീയേ പരാ ദർശനം നൽകണേ മിശിഹായേ എന്നും പരിശുദ്ധനായവൻ നീയേ പരാ പാപഉലകിൽ വാസം തീരം യേശു തുണ തന്നെ ജീവബലം പാപഉലകിൽ വാസം തീരം യേശു തുണ തന്നെ ജീവബലം വീരോടും ഗർവോടും ധനമോടും ആണാൽ
തുണയായി വരും ഹൃദയം അണിവിരലാൽ തൊടും